കേരളത്തിൽ ട്രക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് കാടുകളിലൊന്നാണ് നമ്മളിന്ന് ഈ യാത്ര ചെയ്യുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കാടിനുള്ളിലൂടെ വണ്ടികളിൽ സഫാരി ചെയ്താണ് നമ്മുടെ വൈൽഡ് ആനിമൽസിന്റെ ഫോട്ടോസ് എടുത്തതും കാട് ആസ്വദിച്ചല്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കാടിനുള്ളിലൂടെ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കടുവയും ആനയും പുലിയും മാനും മയിലും എല്ലാം ഉള്ള കാടിനുള്ളിലൂടെ നമ്മൾ നടന്നാണ് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് വൈൽഡ് ആനിമൽസ് ഉള്ള കാടിനുള്ളിലൂടെ നടക്കുന്നത്. ട്രക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മലകളിലൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഇത്രയും അനിമൽസ് കാണാൻ കഴിയുന്ന ഒരു കാടിനുള്ളിൽ നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. പറമ്പിക്കുളത്ത് 3 ട്രക്കിംഗ് പ്രോഗ്രാമാണ് നിലവിലുള്ളത്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ബേർപാത്താണ്. ബേർപാത്ത് എന്ന് പറയുമ്പോൾ കരടികളുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള ഒരു ഏരിയയിലാണ് നമ്മളിന്ന് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ കരടികൾ മാത്രമല്ല, ഇവിടെ മറ്റ് അനിമൽസും ഉണ്ട്. കാട് നടന്നു കാണുമ്പോൾ നമ്മളെപ്പോഴും കാട് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ അനിമൽസ് നമ്മൾ കണ്ടില്ലെങ്കിലും അനിമൽസ് എപ്പോഴും നമ്മളെ ഹൈഡ് ചെയ്തിരുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആനയും കടുവയൊക്കെ എപ്പോഴും നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൂരമായിട്ട് ഒരു ആനയെ കിട്ടിയത്. ഒന്നല്ല, 2 ആളുണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നല്ല ദൂരത്തായതുകൊണ്ട് നമുക്ക് ചെറിയൊരു വിഷ്വലേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് മെല്ലെ മൂവ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒന്നല്ല 4 പേരാണ് ഈ യാത്രയിലുള്ളത്. അപ്പം ഞങ്ങൾ 4 പേരും മുന്നേയും സഫാരി ഒരുമിച്ച് ചെയ്തിട്ടുള്ള ടീംസാണ്. അപ്പോൾ 4 പേര് കൂടാതെ ഞങ്ങളിവിടെ ഒരു ഗൈഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാക്കേജിൽ നമുക്കൊരു ഗൈഡ് ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ഈ കാടിനുള്ളിൽ കയറാൻ കഴിയില്ല കേട്ടോ. ഈ ഒരു ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപയാണ് വരുന്നത്. 5 പേർക്കാണ് ഈ ചാർജ് വരുന്നത്. അപ്പോൾ 5 പേരെന്ന് പറയുമ്പോൾ നമ്മൾ 5 പേര് ഇല്ലാതെയാണ് പോകുന്നുണ്ടെങ്കിലും ഒരാളാണെങ്കിലും 2 ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ 1500 എന്തായാലും പേ ചെയ്യണം. അപ്പം 5 പേരുടെ ഒപ്പം ഒരു ഗൈഡ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും ഗൈഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം 4 പേരാണ് ഉള്ളത്. ട്രക്കിംഗ് നല്ല ഹാർഡാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീരെ ഹാർഡൊന്നുമല്ല കേട്ടോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈസിയും അല്ല. ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മീഡിയം ട്രക്കിംഗ് ആണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് പോകേണ്ടി വരും. അപ്പം ഈ ഒരു അരുവികൾ നമ്മൾ മാത്രമല്ല കേട്ടോ ക്രോസ് ചെയ്യുന്നത്. സ്ഥിരമായി ആനയും കാട്ടിയും കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടിയൊക്കെ സ്ഥിരമായിട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു അരുവിയാണ്. അപ്പം അവർ ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ജോൺസണും കാർത്തിക് ബ്രോയും. ഈ മുന്നിൽ നിൽക്കുന്നതാണ് കാർത്തിക് ബ്രോ. അപ്പോൾ കാർത്തിക് ബ്രോ മുന്നേ ഈ ട്രക്കിംഗ് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പം കരടിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ യാത്ര വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ചതുപ്പൊക്കെ ആനയും കാട്ടിയൊക്കെ സ്ഥിരം പാസ് ചെയ്ത് ഇതുവഴി പോകുന്നതിൻ്റെ കാൽപ്പാടുകളൊക്കെയാണ് കേട്ടോ. അവർ ഇതുവഴി പാസ് ചെയ്ത് ഇവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ ഈ കാട് കയറാൻ പോകുന്നതെന്ന്. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഉത്തരം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഓരോ തവണ ഞാൻ ഈ കാട് കയറും തോറും എനിക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്കൊരു സ്കെൽട്ടൻ കാണാൻ കഴിഞ്ഞത് കേട്ടോ. ഇത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു കാട്ടുപോത്തിൻ്റെ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞിരുന്നു അത് കാട്ടിയുടേതാണെന്ന്. മീൻസ് ടൈഗർ കില്ല് ചെയ്തിട്ടതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇത് ഫ്രഷ് അല്ല, പക്ഷേ ഈ പരിസരത്തൊക്കെ ടൈഗർ നല്ലോണം പാസ് ചെയ്യുന്നതാണ്. ഇതാ ഈ കാണുന്ന കാട്ടിയില്ലേ, നമുക്ക് ആ സ്കെൽട്ടൻ്റെ കുറച്ച് അടുത്തു നിന്നാണ് കാട്ടിയുടെ വിഷ്വൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ കാട്ടിയൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ടൈഗറിൻ്റെ മെയിൻ ഭക്ഷണങ്ങളിലൊന്നാണ് ഈ കാണുന്ന കാട്ടി. ഇവരിലൊരാളെ കിട്ടിയ ടൈഗറിന് ഒരാഴ്ചത്തേക്കുള്ള ഫുഡൊക്കെ ആയെന്നാണ് പൊതുവെ പറയുന്നത്. മാനിനെയും മ്ലാവിനെയൊക്കെ അവർ പിടിക്കാറുണ്ടെന്നുണ്ടെങ്കിലും കാട്ടിയാണ് അവിടെ ഇഷ്ടഭക്ഷണങ്ങളിലൊന്ന്. അങ്ങനെ കടുവയുടെയും കാട്ടിയുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് നല്ല ഫ്രഷ് കടുവയുടെ കാഷ്ടം കണ്ട കേട്ടോ. അപ്പോൾ കടുവയുടെ നല്ല ഫ്രഷ് അപ്പിയാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടുവയുടെ നല്ല പ്രസൻസ് ഉള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ മിക്കപ്പോഴും ഈ കടുവയൊക്കെ കണ്ടില്ലെങ്കിലും കടുവയൊക്കെ നമ്മളെ കണ്ടിട്ട് ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അവർ കൂടുതലും മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിൽക്കാറില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുന്തോറും നമ്മുടെ യാത്രയുടെ ത്രില്ലും അഡ്വഞ്ചറൊക്കെ നല്ലോണം കൂടുന്നുണ്ട്. ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സമാധാനിച്ച് പോവാം. എന്തു പറയാനാ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാട്ടിനുള്ളിൽ വന്നിട്ട് കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും നല്ല രീതിയിൽ നിരീക്ഷിച്ചാവണം മുന്നോട്ട് പോകാനും. അപ്പം ഗൈഡൊക്കെ സ്ഥിരം വരുന്ന ട്രാക്കൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ അവർ നമ്മളെ പരിപാലിച്ച് കൊണ്ടുപോകും. മയിലുകളൊക്കെ നമുക്ക് ഒരുപാട് ഈ കാടുകളിൽ കാണാൻ കഴിയും കേട്ടോ. എന്നിരുന്നാലും മരക്കൊമ്പിൽ കാണുന്ന മയിലുകൾക്ക് എപ്പോഴും ഭംഗി കൂടുതലാണ്. എൻ്റെ അടുത്ത് മയിലുകളുടെ ഒരുപാട് ഫോട്ടോ കളക്ഷൻ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഷഹനാസ് വൈൽഡ് ലൈഫ് എന്ന് സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. ഞാൻ എന്തായാലും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കടുവയുടെ ഒരു പ്രസൻസ് അനുഭവിച്ച ശേഷം പിന്നെ നമ്മൾ നല്ല രീതിയിൽ കാട് നിരീക്ഷിച്ചിട്ടാണ് മുന്നോട്ട് നടക്കാൻ നോക്കിയത്. അപ്പോൾ കടുവയെ പോലെ നല്ല രീതിയിൽ പേടിക്കാൻ പറ്റുന്ന ഒരാളാണ് പുലി. അവ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും. ചെറിയ സൗണ്ട് കേട്ടപ്പം പിന്നെ നമ്മൾ മരത്തിലൊക്കെ ചുറ്റും നോക്കാൻ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് പുലിയൊന്നുമല്ല, കരിങ്കുരങ്ങായിരുന്നു. ആളിങ്ങനെ മരത്തിലിരുന്നിട്ട് ചെറിയ തിളിർപ്പുള്ള പച്ച ഇലകളൊക്കെ പറിച്ച് കഴിക്കുകയാണ്. കാണാൻ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. തൊട്ടിപ്പുറത്ത് മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കുരങ്ങന്മാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല ഷൈ ആണ് കേട്ടോ. മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇവർ വലുതായിട്ട് അങ്ങനെ ഇറങ്ങുന്ന ടൈപ്പൊന്നുമല്ല. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ മരത്തിൽ കാണുന്ന ഇലകളൊക്കെ തന്നെയാണ് കേട്ടോ. ചെറിയ പച്ച ഇലകളാണ് കൂടുതലും പറിച്ച് കഴിക്കാറ്. അടുത്തതായി നമുക്ക് കാണാൻ കഴിഞ്ഞത് കാട്ടിലെ കർഷകനെന്നറിയപ്പെടുന്ന പന്നിയാണ് കേട്ടോ, കാട്ടുപന്നി. അപ്പോൾ നമ്മുടെ നാട്ടിലും പൊതുവെ നമുക്ക് കാട്ടുപന്നികളെ രാത്രിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും ഇവരെ ഈ കർഷകൻ എന്നുള്ള പേരിട്ട് വിളിക്കാൻ കാരണം കാട്ടിലെ മണ്ണും ആ ഒരു പുല്ലുകളൊക്കെ ഉഴുതു മറിച്ചിടുന്നതുകൊണ്ടാണ് ഇവരെ കർഷകൻ എന്ന വിളിപ്പേര് കിട്ടിയത്. കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വലിയ വലിയ അനിമൽസ് മാത്രമല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സും ഇങ്ങനെയുള്ള ചെറിയ ജീവികളിലും നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരു കളർ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വ്യത്യസ്തമായിട്ടും കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കുഞ്ഞു കാഴ്ചകൾ വരെ കാണാനും അത് ശ്രദ്ധിക്കാനും അതൊക്കെ ആസ്വദിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നത് തേനീച്ചക്കൂടല്ല കേട്ടോ. ഈ കാട്ടിൽ വരുമ്പോൾ പറമ്പിക്കുളത്ത് മെയിനായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഈച്ചയാണ്. അപ്പോൾ നമ്മൾ പെർഫ്യൂം എന്തെങ്കിലും അടിച്ചിട്ട് ഈ കാടിനുള്ളിൽ ട്രക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പം ചിലർക്കൊക്കെ ഇവിടുന്ന് നല്ലോണം കടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ യാത്രയിൽ ആനയുടെ നല്ലൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ടല്ല മൂന്നാളാണ്. അപ്പോൾ മൂന്നാമത്തെ ആളായിരുന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ആനക്കുട്ടിയാണ്, ബേബി എലിഫൻറ്റ് അതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആൾ ഒളിച്ച് നിൽക്കുന്നതല്ല, രണ്ട് ആനകളും അതിന് കെയറിങ് കൊടുക്കുന്നതാണ്. അവരെ കവർ ചെയ്ത് എപ്പോഴും നിൽക്കാറുള്ളൂ. ആനക്കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അതിനെ ഹൈഡ് ചെയ്താണ് ആനക്കൂട്ടം നിർത്താറുള്ളത്. അപ്പോൾ നമ്മളിവർ നല്ല അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് വലിയ റിസ്ക് അവർക്കും നമുക്കും ഇല്ല. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കുഞ്ഞാന നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ നിന്ന് നമുക്ക് വേറൊരു ആനയും കൂടെ കയറി വരുന്ന കാണാം. മിക്കപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആന ഒറ്റയ്ക്ക് ആയിരിക്കില്ല കേട്ടോ സഞ്ചരിക്കുന്നത്. അതിന് മിക്കപ്പോഴും ഒരു കൂട്ടം കാണും. മെയിനായിട്ടും കൊമ്പനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരു കൂട്ടായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടിയുള്ളതുകൊണ്ടും അവരെ കൂടെ ഒരു വലിയൊരു ടീമും ഉറപ്പായിട്ടും ഉണ്ടാവും. ഞങ്ങൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. നമുക്ക് കിട്ടേണ്ട കുറച്ച് കാഴ്ചകളും ആ ഒരു വിഷ്വലും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാസ് ചെയ്തു. ഞങ്ങളുടെ വൈൽഡ് ലൈഫ് സ്റ്റോറീസും ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ കാടിനുള്ളിൽ കയറിയാലുടൻ തന്നെ നമുക്കിങ്ങനെ കടുവയെയും പുലിയെയും നേരെ കാണാൻ കഴിയുകയും അതിൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതൊരു സത്യമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് നമ്മൾ ഒരുപാട് ട്രക്ക് ചെയ്താണെന്നുണ്ടെങ്കിലും ട്രക്ക് ചെയ്യുന്ന ടൈമിലും അതിൽ സഫാരി ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് പോകുമ്പോൾ ഫോട്ടോ കിട്ടുന്നൊന്നുമല്ല. അപ്പം എല്ലാവരും കാട്ടിൽ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കടുവയും പുലിയും കാണാൻ കഴിയുമെന്ന് കരുതരുത്. അതെപ്പോഴും നമുക്കൊരു ഭാഗ്യമാണ്. എൻ്റെ പല യാത്രയിലും പല കാടുകളിൽ നിന്നും എനിക്ക് ഇതുവരെയും കടുവയും പുലിയും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ സ്ഥിരം കിട്ടുന്ന കാഴ്ചകളുണ്ട്. ചിലർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആദ്യത്തെ യാത്രയിൽ തന്നെ കിട്ടാറുണ്ട്. നമ്മൾ കാടെപ്പോഴും കാട് ആസ്വദിക്കാനും ചെറിയ ചെറിയ കാഴ്ചകൾ തന്നെ നമുക്ക് ആസ്വദിക്കാനും കണക്കായിട്ടായിരിക്കണം നമ്മളെപ്പോഴും കാടിനുള്ളിൽ യാത്ര ചെയ്യേണ്ടത്. അവിടെ ഇപ്പം മാന ആയാലും നമുക്ക് കുഞ്ഞു മാനുകളെ കണ്ടാലും നല്ല ഫോട്ടോസ് എടുക്കാം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ എടുക്കുക. ചിലർ കടുവയെ മാത്രം പുലിയെ മാത്രം ഫോട്ടോ എടുക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെയുള്ള ട്രക്കിങ്ങൊക്കെ ഒഴിവാക്കുക. ഇതിലെപ്പോഴും നമുക്ക് കാട് ആസ്വദിക്കാനാണ് കൂടുതലും കഴിയാറ്. അപ്പം അതിന് ഇടയിലൂടെ നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണാം. അപ്പം ഈ ഒരു ട്രാക്ക് കരടിയെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പക്ഷേ നമുക്ക് കരടിയെ മാത്രമല്ലല്ലോ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് മാനും അതുപോലെ തന്നെ കടുവയുടെ നമുക്കൊരു പ്രസൻസ് കിട്ടി. അപ്പം പലതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കുക കൂടുതലും നമ്മുടെ യാത്ര കാടിനുള്ളിലേക്ക് കയറേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ പറമ്പിക്കുളത്ത് 3 ട്രക്കിംഗ് പ്രോഗ്രാം ഉണ്ടെന്ന്. അതിൽ ഒന്നാണ് നമ്മളിന്ന് ചെയ്യുന്നത് ബേർപാത്ത്, പിന്നെയുള്ളതൊന്ന് എലിഫൻറ്റ് സോങ്ങും, പിന്നെയുള്ളത് പക്മാർ ട്രെയിലും. ഇതിൽ പക്മാർ ട്രെയിലാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിങ്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എലിഫൻറ്റ് സോങ്ങും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ആവറേജ് ട്രക്കിങ്. അതുപോലെ മറ്റ് 2 ട്രക്കിംഗ് പ്രോഗ്രാമിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ പോയിട്ടുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അവിടുത്തെ ആ കാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. കേരളത്തിലെ പാലക്കാടാണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് പൊള്ളാച്ചി വഴി ആനമലൈ ടൈഗർ റിസർവിലൂടെ കയറിയാണ് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ തമിഴ്നാടിൽ കൂടെ മാത്രമേ നമുക്ക് കേരളത്തിലെ ഫോറസ്റ്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. നെല്ലിയാമ്പതി വഴി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ വരാനുള്ള വഴിയുണ്ട്, പക്ഷേ നമുക്കത് പബ്ലിക്കിന് അലൗഡ് അല്ല. അത് പിന്നീട് വഴിയൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും യാത്രയുടെ പകുതിയോളമായിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തടാകത്തിൻ്റെ തീരത്ത് നമ്മൾ ഇരിപ്പുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ബേഡ്സൊക്കെ ഉണ്ട്. നമ്മുടെ കിങ് ഫിഷറൊക്കെ തന്നെ 1-2 ഐറ്റം വന്നിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കരടി ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പം 2-3 ദിവസം മുന്നേ ഇവിടെ കരടി വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നോ, കാർത്തിക് ബ്രോ കരടിയെ കണ്ടിട്ടാണ് ഞാനും ഈ യാത്ര തിരിച്ചതെന്ന്. അപ്പം ഈ ഭാഗത്ത് നിന്നാണ് അവർ മുന്നേ വന്നപ്പോഴും കരടിയെ കണ്ടത്. അപ്പം നല്ല രീതിയിൽ എല്ലാവരും ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്. അടുത്തെങ്ങാനും മാറി നിൽപ്പുണ്ടോയെന്നോ അതല്ലെങ്കിൽ ഈ പരിസരത്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നല്ലോണം തപ്പിയപ്പോൾ തൊട്ടടുത്തായിട്ട് കരടിയുടെ നമ്മളിതാ കാഷ്ടം കണ്ടിട്ടുണ്ട്. ഇത് ഫ്രഷ് അല്ല, പക്ഷേ ആൾ കുറച്ച് ദിവസമായതാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോഴും വന്നു പോകുന്നുണ്ട്. അപ്പോൾ കരടി കൂടുതലും ചെതൽപ്പുറ്റൊക്കെ കഴിച്ചിട്ട് മണ്ണിൻ്റെ അവശിഷ്ടമാണ് കാണിക്കുന്നത്. കൂടുതലും കരടിയുടെ ആഹാരം എന്ന് പറയുന്നത് ചെതൽപ്പുറ്റ് തട്ടി അതിലുള്ള ചെറിയ ജീവികളൊക്കെ കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അവശിഷ്ടത്തിൽ കൂടുതലിങ്ങനെ മണ്ണ് കാണാൻ കഴിയുന്നത്. ഓഹോ, അല്ലാത്ത പക്ഷം ചെതല വെജും നോൺ വെജും കഴിക്കും, എല്ലാം കഴിക്കും. ഉണ്ടല്ലേ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് എടുത്തിട്ട് യാത്ര നമ്മൾ തിരികെ പുറപ്പെടുകയാണ്. അപ്പം പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വന്ന അതേ വഴിയിലൂടെ അല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ കാഴ്ചകളല്ല ഇനിയും കിട്ടുന്നത്. മറ്റ് അനിമൽസിനെ കാണാനുള്ള ചാൻസ് ഇനിയും വളരെ കൂടുതലാണ്. അപ്പം ടൈഗറും ലെപ്പേർഡും നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പലതും കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് നമുക്കൊരു കൊമ്പനെ കിട്ടിയിരിക്കുന്നത്. കുട്ടിക്കൊമ്പനാണ്. അപ്പം ആൾ നല്ല ദൂരെയാണ്, തീരെ അടുത്തുമല്ല വളരെ ദൂരെയല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളെ കണ്ടിട്ടില്ല. പയ്യെ ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളൊരു സൈഡിലോട്ട് ഒരു മരത്തിൻ്റെ മറവിൽ മാറി നിന്നിട്ടാണ് വിഷ്വലെടുക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു കുട്ടിക്കൊമ്പനാണ്. അപ്പം വലിയ കൊമ്പനൊന്നുമല്ല, എന്തായാലും കുട്ടിക്കൊമ്പനാണ്. കൊമ്പനെ കാണാൻ കഴിയുന്നതൊക്കെ വളരെ അപൂർവമാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് അടുത്തതാ ഒരാൾ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇവിടുത്തെ കാട്ടിലുള്ള ആൾക്കാരുടെ ഒരുപാട് തവണ കണ്ട് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെ കണ്ടിട്ട് അവനൊരു പേടിയില്ല, നമ്മളെ പേടിപ്പിക്കാൻ അങ്ങനെ ശ്രമിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളും ശല്യപ്പെടുത്താത്തതുകൊണ്ട് ആൾ കുറച്ച് നേരം നമ്മളെ തന്നെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന് പിന്നെ വയ്യെ മെല്ലെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങ് തുടർന്നു. നടക്കുന്ന വഴിയിൽ ഒരു പോത്ത് കയറി നിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് കേട്ടോ, പക്ഷേ ഫീമെയിലാണ്. കയറി പോകട്ടെ നമ്മളെ കണ്ടിട്ട്. ട്രക്കിംഗ് പാത്തിൽ തന്നെയാണ് കേട്ടോ, അത് കയറിപ്പോയി. ഇപ്പം കേട്ട സൗണ്ട് എൻ്റേതല്ല കേട്ടോ, നമ്മളെ കൂടെയുള്ള നിതിൻ ബ്രോയുടെ സൗണ്ടാണ്. ആളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓൺ വോയിസ് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ കാട്ടിയെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ഇതാ കാട്ടിയെ ഓടിച്ചിരിക്കുന്ന ലെപ്പേഡിൻ്റെ പക്മാർക്ക്. ലെപ്പേഡിൻ്റെ മാത്രമല്ല കാട്ടിയുടെയും പക്മാർക്ക് കാണാം. അതുകൊണ്ടാണ് കാട്ടിയെ ഓടിച്ചതെന്ന് പറയാൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പുലിയെയും കടുവയും കാണുന്നത് മാത്രമല്ല, ഇവരുടെ പ്രസൻസ് കിട്ടുമ്പോഴാണ് കൂടുതലും നമുക്ക് കാടിലെ യാത്ര ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം ഈ ഭാഗത്ത് നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നേരിട്ട് കണ്ടില്ല എങ്കിലും ആ ഒരു ഫീല് നമുക്ക് എന്തായാലും ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് കിട്ടുള്ളൂ. എന്തായാലും ട്രക്ക് ചെയ്യുമ്പോൾ വരുമ്പോൾ എല്ലാവരും അനിമൽസ് സൈറ്റിങ് കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലൂടെ നമുക്ക് കാട്ടിലേക്ക് കയറുക. നമ്മുടെ യാത്രയിൽ നമുക്കൊരു കാഴ്ചകളും കാണാൻ കഴിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ തന്നെ ഇതാ കണ്ടില്ലേ, മ്ലാവ് കാണാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് കാട്ടിയെ കാണാൻ പറ്റി, ആനയെ കാണാൻ പറ്റി. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ടൈഗറിനും ലെപ്പേഡിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ. അവരെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയില്ല, കാരണം ഇവരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സൈറ്റിങ് കിട്ടും. അതുപോലെ അല്ല ടൈഗറും ലെപ്പേഡും, വളരെ എണ്ണം കുറഞ്ഞ അനിമലായതുകൊണ്ട് അവർ സൈറ്റിങ് കിട്ടാനും അവർ നമ്മളെ മുമ്പിലേക്ക് വരാനുള്ള ചാൻസും വളരെ കുറവാണ്. പക്ഷേ കിട്ടില്ല എന്നല്ല, പലർക്കും പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമുക്കും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും യാത്രകളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു യാത്രയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത യാത്രയിൽ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണം.
എൻ്റെ ആദ്യത്തെ യാത്രയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ കാടുകളും ഇവിടുത്തെ കാഴ്ചകളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ടൈഗറിനെയും ലെപ്പേഡിനെയും തേടിയുള്ള യാത്ര ഇനിയും ഈ കാട്ടിലൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം കൂടാനൊക്കെ കഴിയും കേട്ടോ. എനിവേ നമ്മൾ ട്രക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നല്ല കാടിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് അനുഭവങ്ങളും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പറമ്പിക്കുളത്തെ സഫാരിയാണ്. നമുക്ക് കാടിനുള്ളിലൂടെ വണ്ടിയിലൊരു യാത്രയുണ്ട്. അപ്പം വീഡിയോയിൽ വീണ്ടും കാണാം.